അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. അമ്മയും മോനും പേരിനതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള്ള അതും എടുത്ത് കേറ്റുന്നു. ആ തള്ള അങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും. ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയതാ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജെന്നി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം, പൊണ്ണത്തടിയൻ. പക്ഷെ ശരിക്കും രവീന്ദ്രനാഥ് സാറിന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട്, ചേട്ടൻ, നമ്മുടെ അട്ടാസ നായകൻ. പറഞ്ഞിട്ടെന്താ കാര്യം? വാശി, ഭയങ്കര വാശി. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടില്ല. ഓഹോ, അസലായിട്ട് പാടിയിരുന്നതാ പണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കക്ഷിയുടെ തന്നെ ഭാഷ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നട്ടു. അത് കൊള്ളാലോ. നമുക്ക് ആ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ? ഉവ്വ് നടന്ന തന്നെ. ആ, നമുക്കൊന്ന് ശ്രമിക്കാന്നേ. അത്ര വലിയ പാട്ടുകാരനാണെങ്കി അതൊന്ന് കേൾക്കണല്ലോ. പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന. പാടിക്കാൻ ചെല്ലുമ്പോ തലയിലൊരു ഹെൽമെറ്റ് കൂടി വെച്ചോണം. അത്ര വാശിക്കാരനാ? എന്താ സംശയം? ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അതെന്താ ഈ ഞാൻ വരെ? അയാടെ ആരാ ഈ ഞാൻ? അയാളെപ്പറ്റി പറയുമ്പോ 100 നാക്കാണല്ലോ. എന്താണ്? അയ്യേ, എന്ത്? ഒരു സ്മെല്ല് വരുന്നുണ്ടോ ഇവിടെയൊക്കെ? എന്ത് സ്മെൽ? ഒരുമാതിരി പ്രത്യേക ഗന്ധം. ഈ പ്രേമത്തിന്റെ സുഗന്ധം. ആ സുഗന്ധം കൂടെ കടി ചെന്നാ മതി. എപ്പോഴെങ്കിലും ചെന്ന് നോക്കിയിട്ടുണ്ടോ? ഏയ്, എനിക്കങ്ങനൊന്നുമില്ല. ചെറുപ്പം തൊട്ടുള്ള പരിചയം, അത്ര തന്നെ. എന്തോ ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ഒരവലക്ഷണം. അതോ മൂപ്പര് സംഗീതം കുഴിച്ചു മൂടി വാഴ നട്ട പോലെ ഇവിടെ ഇതും കുഴിച്ചു മൂടി വാഴ നട്ടിട്ടുണ്ടോ? ഞാൻ പോട്ടെ, എനിക്ക് ഡ്യൂട്ടിയുടെ ടൈം. അവിടെ നിക്ക്. ഇത് കണ്ടുപിടിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടർ എന്റെ അടുത്തുണ്ട്. വാക്ക് പാലിച്ചു. എല്ലാവർക്കും വിസ ശരിയാവുമെന്ന്, വിസ ശരിയായാലും അവരോട് വരുമെന്ന് നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ. അവന്റെ ഫോട്ടോയും കൊണ്ട് മണിതിനേക്കാൾ സ്മാർട്ടായിരിക്കുന്നു. എവിടെ ജെന്നി? കാളർ ജെന്നി. Hi, nice chat. Like a Hollywood star. I will show this to my classmates. Correct. ജെന്നിയുടെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുക്കണമെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫോട്ടോഗ്രാഫറെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ജെന്നി, യു ഗോ ചേഞ്ച് യുവർ ഡ്രസ് ആൻഡ് കം. മറിയ, നീ ചെന്നൊരു നല്ല ഡ്രസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേ. ഗോ, വേഗം വേഗം. ജെന്നി, പാപ്പ പറഞ്ഞത് കേട്ടില്ലേ? ചെല്ല്. നോക്ക്, നിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ ഇവിടെ എല്ലാരും ഓരോരോ സ്വപ്നം കാണുന്നത്. പാവം, ഈ വയസ്സുകാലത്ത് പപ്പയുടെ ഒരു ഉത്സാഹം കണ്ടില്ലേ? ചെല്ല്, പപ്പയെ വിഷമിപ്പിക്കാതെ പോയി ഡ്രസ്സ് മാറും. ഈ ആംഗിൾ കൊള്ളാം. പല പോസ്റ്റിൽ എടുക്കണം. ഫുൾ സൈസ് ആയിക്കോട്ടെ. പിന്നെ ആ ചെയറിൽ നിന്ന് വേറെ എടുക്കാം. ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ ഇങ്ങനെ മോൾ അങ്ങോട്ട് മാറുന്നേ. എടുത്തോ. Keep the hand like this. Come on. Oh, what is it, Jenny? Smile, smile. ഇളിക്കണ്ട. സൗന്ദര്യ മത്സരത്തിന് പോസ് ചെയ്തൊന്നുമല്ല ഞാൻ. പ്രതിശ്രുതവരനെ കാണാൻ വേണ്ടിട്ടല്ലേ അവൻ കണ്ട സായുജടേട്ടറി. എന്റെ മേടിക്കും. പറഞ്ഞു പറഞ്ഞ് കളി കാര്യാവുക. ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ?
കളിയാക്കാനും തല്ലുകൂടാനും കാശ് കടമേടിക്കാനും മാത്രം മതിയോ ഞാൻ? അതിൻ്റെ അപ്പുറത്ത് ഇയാളുടെ ആരുമല്ലേ ഞാൻ? അറ്റ്ലീസ്റ്റ് ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടെങ്കിലും അല്ലേ ഞാൻ? എന്നോട് പോണ്ടാന്ന് പറഞ്ഞൂടെ ഇയാൾക്ക്? പോണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ പോവാതിരിക്കോ? പോവാതിരിക്കാൻ നിനക്ക് പറ്റുമോ? നിന്നെ മറ്റാരേക്കാളും കൂടുതൽ അറിയുന്നവനാ ഞാൻ. നിന്റെ മനസ്സിലെന്താണെന്ന് കണ്ണാടി കാണുന്ന പോലെ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അത് വേണ്ട ജെന്നി. അറിഞ്ഞോ അറിയാതെയോ മനസ്സിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മോഹം കൊണ്ടു നടക്കണ്ടെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ നടക്കില്ല. എനിക്ക് നടക്കില്ല. വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ തോളിൽ ആവശ്യത്തിൽ കൂടുതൽ ഭാരങ്ങളുള്ളതാ. വേണ്ട, സ്വപ്നങ്ങളൊന്നും കാണാതെ നടക്കാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. നീയും അങ്ങനെ തന്നെ മതി. നിന്റെ സാറാൻ്റെ പണ്ട് ചെയ്തതും എൻ്റെ അച്ഛൻ പണ്ട് ചെയ്തതും നീയും ഞാനും ആവർത്തിച്ചൂടാ. കണ്ണി ചോരയില്ലാത്ത ദുഷ്ടനാണെന്ന് ചിലപ്പോൾ നീ എന്നെ പറ്റി കരുതണ്ടാവും. പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെ പറയാൻ കഴിയും. പോട്ടെ. ഹാ, ബില്ല് കൊടുത്തിട്ട് പോടി. എൻ്റെ കയ്യിലില്ല. അയ്യോ ദേ, നീ കാശ് കൊടുക്കാന്ന് പറഞ്ഞോണ്ടല്ലേ മസാല ദോശയും ജ്യൂസൊക്കെ ഞാൻ ഓർഡർ ചെയ്തത്. എന്നെ നാറ്റിക്കല്ലേ? ദേ, നീ കാശ് കൊടുത്തില്ലെങ്കിൽ ഞാൻ അകത്ത് വരുന്ന ഇതുപോലെ അരിയാട്ടേണ്ടി വരും. എൻ്റെ പൊന്നു മോളല്ലേ, കാശ് കൊടുക്ക്. കാശ് കാശ്. താങ്ക് യു. ഹായ് ഗിർഗിറി അപ്പൂപ്പ. അല്ല, ഗിർഗിറി അപ്പൂപ്പ. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ അഞ്ചംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. അല്ലടാ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഒരു ഇസ്രായേലുകാരൻ അഞ്ചംഗ സംഘത്തെ കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. എന്താണല്ലോ ഗ്രിഗറി? താൻ മിണ്ടരുത്. കണ്ണ് കാണിച്ചും പാട്ട് കേൾപ്പിച്ചും പണ്ട് ഇവന്റെ ബാസ്റ്റേഡ് ഫാദർ എന്റെ സാറയെ മയക്കി. അന്നും നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ കൂട്ട്. ഇപ്പൊ ആ ഫാദറിന്റെ ഈ സൺ ഇറങ്ങിയിരിക്കുക എന്റെ ഗ്രാൻഡ് ഡാറ്ററെ മയക്കാൻ. ഇന്നും നിങ്ങളൊക്കെ തന്നെയാണോ കൂട്ട്? എല്ലാരോടും കൂടി പറയുക, ഇപ്പോ രക്ഷപ്പെടാനുള്ള ഒരു വഴി വീണ്ടും തെളിഞ്ഞിരിക്കുക ഞങ്ങൾക്ക്. നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ യാത്ര മുടക്കിയാലുണ്ടല്ലോ, സമ്മതിക്കില്ല ഞാൻ. മനുഷ്യരിവിടെ ഭ്രാന്ത് പിടിച്ചടക്കപ്പെടാവുന്ന അപ്പും ചെസ്റ്റ് കളി. വരൂ, കയറിയിരിക്കൂ. ഇല്ല, ഒരു കൊറിയർ ഉണ്ട് അമ്മയ്ക്കാ. സംശയിക്കണ്ട, പുതിയ ജോലിയാ. പല പല വേഷം കെട്ടലുകളില് ഏറ്റവും പുതിയത്. അമ്മയുടെ കൊറിയർ വരാണ്ടെന്ന് പറഞ്ഞ് ഇത്ര നേരം കാത്തിരുന്നു. കാണാണ്ടായപ്പോ മാത്തനങ്ങളിലും കുട്ടിയാ ഹോട്ടലിൽ അന്വേഷിച്ചു പോയിരിക്കുക. ഹോട്ടൽ അഡ്രസ്സിലാ വന്നത്. അവരെ ഈ അഡ്രസ് തന്നെ. വാടക വീടല്ലേ? എന്നിങ്ങോട്ട് മാറി. ഇന്നലെ. കയറിയിരിക്കി, അമ്മ ഇപ്പൊ വരും. ഇല്ല, ഒപ്പിട്ട് തന്നാ മതി, ഞാൻ പോവാ. ഒരു 5 മിനിറ്റ്, ഞാൻ ചായ എടുക്കാം. ആദ്യമായിട്ട് വന്നതല്ലേ, പാലുണ്ടാവില്ല. കുടിക്കുമെങ്കിൽ കട്ടൻ എടുക്കാം. വേണ്ട, കട്ടൻ കുടിക്കാത്തോണ്ടല്ല, കട്ടൻ തന്നെ പതിവ്. പക്ഷെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കണില്ല. അമ്മ വരുമ്പോ പറയ്, ദാ ഇത് ഒപ്പിട്ടുള്ളൂ. ദാ അവിടെ. അവരിങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. നമുക്ക് പോലും വിഷമം തോന്നണ ചുറ്റുപാടാ. അസംഗോയെ, പോയിട്ട് നാളെ വാ, ഞാനിത് നോക്കി വെക്കാം. ശരി. ആ, ബോംബെയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അന്ന് അവരുടെ സംസാരത്തിന് എനിക്ക് തോന്നി. എന്താ ഏതാ ചോദിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് ഞാനും കരുതി. ആൾക്കാരാകട്ടെ തകിടം മറിക്കാൻ മുകളിലിരിക്കുന്ന ആൾക്കൊരു സെക്കൻഡ് മതിയില്ല. ആ, നിന്റെ ഇന്നത്തെ ഏർപ്പാടൊക്കെ തീർന്നാ? തീർന്നു. ഹാ, എന്തൊരു പോക്കാത്! ഇവിടെ ചിലരൊക്കെ ഇരിപ്പുണ്ട്.
കുറച്ചു ദിവസമായിട്ട് തുടങ്ങിയത് ഓൾഡ് മാന് വട്ട്. ഇങ്ങോട്ട് കയറി നിറഞ്ഞ അത് മതി ഇന്ന്. ഗിരിഗിരിക്ക് ഇളകിയ വെളിച്ചപ്പാടന്മാരൊക്കെ കഷ്ട. വോൾട്ടറങ്ങളുടെ കട ഇരിപ്പുണ്ട്. ഇത് എത്ര ഇഞ്ച് നീളം വരും? ഇതൊരു ഒരടിക്ക് മേലെ വരും. ഇതൊരാളുടെ പള്ളെ കയറ്റിയ ഇതിന്റെ മറ്റേറ്റപ്പുറത്ത് വരുമോ? അത് ആളിന്റെ സൈസ് പോലെ ഇരിക്കും. ഓ, അപ്പൊ ഗിർഗിറിക്ക് ഇത് പറ്റില്ല. ആൾക്ക് ഭയങ്കര വയറാ. ഞാൻ പോവാ. ആ, ഞാൻ കുട്ടിയെ അന്വേഷിച്ചാ ഹോട്ടലിൽ പോയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോന്നു പറഞ്ഞു. അന്ന് ഹോട്ടൽ ബിൽ സെറ്റിൽ ചെയ്തപ്പോൾ പണം തികഞ്ഞില്ല. ഒരു 7400 രൂപ ബാക്കി വന്നു. മാഡം ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഇന്ന് GM-ൻ്റെ മോഹിത്തിരി ഒന്ന് കടത്തു. ഒരാഴ്ചത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. കുട്ടിയും കൂടെ ഒന്ന് GM-നോട് പറയണം. ഞാൻ പറഞ്ഞയാള് കേൾക്കോന്നറിയില്ല. വല്ലാത്ത മുഷിടനാ. എന്നാലും പറഞ്ഞു നോക്കാം. മാഡത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുക. കടം വാങ്ങിച്ച് ശീലമില്ല അവർക്ക്. എന്താ അവരുടെ പ്രശ്നം ഇത്ര പെട്ടെന്നിങ്ങനെ? പെട്ടെന്നുണ്ടായതല്ല, മാഡത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ച അന്ന് തുടങ്ങിയതാ. അങ്ങേരുടെ ആദ്യ ഭാര്യയിലെ മക്കളുടെ ഉപദ്രവം. അവർക്കുള്ളതൊക്കെ ആവശ്യത്തിന് എഴുതി വെച്ചിട്ടാണ് സാറ് മരിച്ചത്. അതും പോരാഞ്ഞ് മാഡത്തിൻ്റെ സ്വന്തം സേവിങ്സും ചതിയിൽ അവർ കയ്യിലാക്കി. സത്യം പറഞ്ഞാൽ ജീവൻ പേടിച്ചോടി പോന്നതാ. ഒക്കെ വൈകാതെ ശരിയാവുമെന്ന് കരുതിയ ഇത്രയും കാലം ഹോട്ടലിൽ താമസിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചിടത്തുനിന്നൊന്നും സഹായം കിട്ടിയില്ല. കേസ് നടക്കുന്നുണ്ട്. ഒക്കെ കലങ്ങിത്തെളിയെന്ന് കരുതാ. മാഡത്തിൻ്റെ കൂടെ ഞാൻ ഒത്തിരി കാലമായിട്ടുള്ളതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അച്ഛൻ്റെ മരണത്തിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗസ് കീപ്പിംഗ്. അതെ, അവരുടെ ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള ക്യാഷ് ലാലപ്പൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട്. ഏ ആണോ? ആ, റെസീറ്റ് നിന്റെ തരാൻ പറഞ്ഞിട്ടുണ്ട് ലാലപ്പനോട്. അത് അവർക്ക് കൊടുത്തേക്ക്. പെട്ടെന്ന് എവിടുന്നാ ഇത്ര ഒപ്പിച്ചത്? വർഗീസിന്റെ ബ്ലേഡോ അതോ ഗോപാല മുതലാളിയുടെ കത്തിയോ? പലിശ കയറി ഇത് എവിടെ ചെന്ന് അവസാനിക്കുക? ആ, അതൊക്കെ അങ്ങനെ കിടക്കും. സാരല്ല, തൽക്കാലം അവരുടെ കാര്യം ശരിയായല്ലോ. അല്ലെങ്കിൽ നാണക്കേടല്ല അവർക്ക്. ഇയാളെ എനിക്ക് തീരെ മനസ്സിലാവണില്ല. ഇത്ര നേരം സംസാരിച്ചിട്ട് എന്നെ മനസ്സിലായില്ലേ? ഞാൻ സച്ചിയാ, നിന്റെ മുമ്പിൽ എച്ചി. ഫോൺ വെച്ചിട്ട് പോയി പണി നോക്കണേ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവാണ്ടിരിക്കുമ്പോൾ അവളുടെ ഇതിന്റെ 1.25 രൂപ നമ്മുടെ ആ ജെനീഫർ തരൂ കേട്ടോ. ആ ജ്യോതിക്കുട്ടി അവൾക്കാ വിളിച്ചതേ. കിട്ടിയാ വാങ്ങിച്ചോ? ശരിക്കും പറഞ്ഞ സിനിമയിലോ സീരിയലിലോ ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റൈലൻ പ്രേമം തുടങ്ങാനുള്ള കറക്റ്റ് സിറ്റുവേഷൻ ഇപ്പോ. കണ്ടുമുട്ടിയുടനെ നായകനും നായികയും തമ്മിൽ മുട്ടനൊടക്ക്. അടിച്ചു പൊളിച്ച് നടന്നിരുന്ന നായികയ്ക്ക് സാമ്പത്തികമായ അല്പ ക്ഷീണം പറ്റുന്നു. ഉടനെ കാശിന് വകയില്ലാത്ത നായകൻ തന്റെ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് അവളുടെ കടങ്ങൾ വീട്ടുന്നു. ഹീറോയിന് ഹീറോയോട് അറിയാതൊരു ആരാധന തോന്നുന്നു. പിന്നെ ഡ്യുവറ്റ്, ഗ്രൂപ്പ് ഡാൻസ്. ഒടുവിൽ നായകനെ പണ്ട് മുതലേ സ്നേഹിച്ചിരുന്ന മറ്റൊരു നായിക രംഗപ്രവേശം ചെയ്യുന്നു. അതോടെ 2 നായികമാർക്കിടയിൽ കിടന്ന് നായകൻ വീർപ്പുമുട്ടുന്നു. പിന്നെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി. പണ്ടു മുതലുള്ള നായിക ചില പ്രത്യേക സാഹചര്യങ്ങളാൽ രംഗപ്രവേശം ചെയ്യുന്നില്ലെങ്കിലോ? എങ്കിൽ 2 നായികമാരെയും കിട്ടാതെ നായകൻ കെട്ടിത്തൂങ്ങി ചാവട്ടെ. ചില സമയത്ത് താനൊരു ബുദ്ധൂസ. നോക്കി, ഈ റൊമാൻസും തേങ്ങാപ്പിണ്ണാക്കും ഒന്നും ഇപ്പൊ എന്റെ തലയിൽ കേറില്ല. സകല ലക്ഷറിയോടെയും ജീവിച്ചിരുന്ന ഒരു അമ്മയും മോളും ഇപ്പൊ കാലുകുത്താനുള്ള മണ്ണ് വരെ നഷ്ടപ്പെട്ട് ലൈഫിനെ നോക്കി പകച്ചു നിൽക്കുക. ആ ഒരു റിയാലിറ്റിയെ പറ്റി ഓർത്തിട്ടുണ്ടോ താൻ? ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു ജോലിയാ. പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും. ജെന്നി വിചാരിച്ചാ എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? എവിടെയെങ്കിലും എന്ത് ജോലിയായാലും. സി ജെനിഫർ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പോരാത്തതിന് ഇവർ കുറച്ചാണ് നമ്മുടെ ഗസ്റ്റ് കൂടി ആയിരുന്നു. പക്ഷേ പെട്ടെന്നൊരു പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഐ ആം റിയലി ഹെൽപ്ലെസ്. സർ ഷീസ് എഡ്യൂക്കേറ്റഡ്. നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അക്കൗണ്ട് സെക്ഷനിലോ ഫ്രണ്ട് ഓഫീസിലോ എവിടെയെങ്കിലും തൽക്കാലത്തേക്ക് ഒരു പോസ്റ്റിംഗ് സർ വിചാരിച്ചാൽ നടക്കും. പ്ലീസ്. യെസ് ഐ നോ, ബട്ട് നൗ ഷീ വോണ്ട്സ് ടു ബി എൻഗേജ്ഡ്. അതാ പ്രശ്നം. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഏണിംഗ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ വലിയ ഹെൽപ്പാവും. സർ പ്ലീസ്. സി ഐ ആം സോറി, ഫ്രണ്ട് ഓഫീസിലും അക്കൗണ്ട്സിലും ഒന്നും നോ വേ. പിന്നെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ജെന്നിയുടെ സെക്ഷനിൽ ഐ മീൻ ഹൗസ് കീപ്പിംഗിൽ വേണമെങ്കിൽ നോക്കാം. ആ, ഞാൻ സൂപ്പർവൈസർ വിളിച്ച് പറയാം. ഓ, ഒരൗദാര്യം. GM എന്ന് വെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന ഭാവം. ഹൗസ് കീപ്പിംഗിൽ ജോലി വലിയ ഉദ്യോഗമല്ലേ? റൂം വൃത്തിയാക്കുക, കാർപ്പറ്റ് ക്ലീൻ ചെയ്യുക, ബെഡ്ഷീറ്റ് വിരിക്കുക. ഈ ജോലിക്ക് ഇയാളുടെ ശുപാർശ വേണോ?
സൂപ്പർവൈസറോട് എനിക്ക് നേരിട്ട് ചോദിച്ചാ പോരെ? ഏയ് എന്താ ഇത്? ഹൗസ് കീപ്പിംഗ് ജോലിക്ക് എന്താ കുഴപ്പം? ഹേയ്, അതൊന്നും ശരിയാവില്ല. നിങ്ങളുടെ അന്തസ്സിന് പറ്റിയ പണിയൊന്നും അല്ലത്. അത് വേണ്ട. എന്താ വേണ്ടാത്തെ? നീ ചെയ്യണ ജോലിയില്ലേ? നീ ചെയ്യണ ജോലി ഞാൻ ചെയ്താൽ എന്താ? ക്ഷീണിച്ചോ? ബട്ട് ഐ എം റിയലി എൻജോയിങ് ദിസ് ജോബ്. ഫ്രണ്ട്സിന്റെ ഒപ്പം പിസയും ബർഗറും ഒക്കെ ആയി അടിച്ചു പൊളിച്ച് നടക്കുന്നതാണ് എൻജോയ്മെന്റ് എന്നാ ഞാൻ ധരിച്ചിരുന്നത്. സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ല് നൗ ഐ ഗോട്ട് ഇറ്റ്. ഇതിപ്പോ തൽക്കാലത്തേക്കല്ലേ. അമ്മയുടെ കേസ് ജയിച്ചാ പഴയതൊക്കെ തിരിച്ചു കിട്ടും പൂജയ്ക്ക്. ഒരുപക്ഷെ ജെന്നി ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി മുംബൈക്ക് തിരിച്ചു പോവുകയില്ല. ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് വേറെ എവിടുന്നാ കിട്ടുക? ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. മിസ് ചെയ്യാൻ പോണവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുകൂടി ഉണ്ടായി എനിക്കിപ്പോ. വാഗ്ദത്ത ഭൂമിന്ന് എപ്പോഴാ വിളി വരുവാന്നറിയില്ലല്ലോ. പോവാതിരുന്നൂടെ ജെന്നിക്ക്? അയ്യോ, അതെങ്ങനെ? ഇസ്രായേലിലെ മണ്ണിൽ കിടന്ന് മരിച്ചില്ലെങ്കിൽ ഗ്രാൻഡ് പൈക്ക് ഹെവൻ നഷ്ടപ്പെടും. ടെല്ലവീവി പോയി വേറെ പെണ്ണ് കെട്ടി റീത്താൻ്റെ തിരിഞ്ഞു നോക്കാത്ത ഫ്രെഡിയങ്ങളുടെ മുമ്പിൽ ചെന്ന് റീത്താൻ്റെക്ക് വിളിച്ചു പറയണ്ടേ ഞാനും എത്തിയിട്ടുണ്ടോ ഇസ്രായേലിലെന്ന്? മമ്മയ്ക്കും ഗ്രാൻഡ്മയ്ക്കും ഒക്കെ ഉണ്ട് ഇതുപോലത്തെ ആഗ്രഹങ്ങൾ. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ ഞാൻ പോയല്ലേ പറ്റൂ. അപ്പോ ഈ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യും? എന്താഗ്രഹങ്ങള്? എനിക്കങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നോട് നുണ പറയണ്ട. ഞാനെന്ന് പറഞ്ഞ തമാശ ഒരിക്കൽ കൂടി പറയട്ടെ. കുറച്ച് മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ള ആൾക്ക് പ്രേമിക്കാൻ വേണ്ട ബാക്കി യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് റെഡി 1 2 3 എന്ന് പറഞ്ഞ പ്രേമം വരുമോ? അതും ഇതുപോലെ അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂരാച്ചിയോട്. എന്നാലും ശ്രമിച്ചാ നടക്കും. ഈ ഉള്ളിലുള്ള ആളെ എനിക്ക് തന്ന ഇയാൾ എന്ത് ചെയ്യും? അടുത്ത ജന്മത്തിൽ എനിക്ക് തിരിച്ചു തന്നാ മതി. പക്ഷെ എന്ന് കരുതി ഈ ജന്മത്തിൽ മൂപ്പരെ ഒറ്റക്കിട്ടിട്ട് പോകാൻ പറ്റുമോ? ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളെ യഹോവ കൊണ്ടു തന്നതാ എനിക്ക്. ഈ ഉള്ളിന്ന് ഞാനതെടുത്ത് അങ്ങോട്ട് തരട്ടെ? വാങ്ങുവോ? എന്താ ജെന്നി ഇത്?